ജോൺ തന്നാ എടേ നിനക്ക് അച്ഛനെ കിട്ടിയല്ലേ? എനിക്ക് ഡാഡി കിട്ടി. ഡാഡിയാ? ചന്ദ്ര ഇറങ്ങി എന്തിരിക്കീടിലോടാ ശരിക്കുള്ള പെണ്ണാണല്ലോ ഇത്. ജോക്കി ഞാന് അണ്ടി ഫാക്ടറിയുടെ മെഷീനകത്ത് എണ്ണ ഇടാൻ പോയതായിരുന്നു. കുറെ നാളായിട്ട് അത് മേടിച്ചു വെച്ചിരിക്കുവോ ജോക്കി. എന്റെ അടുത്ത് ഓൾറെഡി ചൈനയിൽ മേടിച്ചപ്പോഴേ പറഞ്ഞതാ. അതെ ജോക്കി കുഴപ്പമില്ല. ആ ചൈനയിൽ നിന്ന് വന്ന് മറ്റേ മിസ്റ്റർ എക്സിന്റെ ഇത് കാരണം നമ്മൾ മെഷീൻ എടുത്ത് വെച്ചിട്ടെ അത് എണ്ണ ഇടാതെ മറ്റേ അവിടെ ഇരുന്ന് തുരുമ്പ് പിടിക്കണത്. സിറ്റിയിലെ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഗാങ്ങില് ജോക്കി വന്നെന്ന് അറിഞ്ഞു കാണത്തില്ല. ജോക്കി ഇപ്പം റെഗുലർ ആണെന്ന് നമുക്ക് എങ്ങനെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. ജോക്കി അന്നത്തെ പോലെ ജോക്കി വന്നിട്ട് 2 ഡയലോഗ് അടിച്ചിട്ട് പോകുന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചേ. അല്ല ഞാൻ ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവരടുത്തൊക്കെ. അയ്യോ അതെനിക്ക് അറിഞ്ഞൂടാ. ജോക്കി ഇങ്ങോട്ട് വന്നേ. പ്രസവ വേദനയാണോ ഇവന്? ഇന്നാണ് പെണ്ണ് കാണൽ. ഇന്ന് പെണ്ണ് കാണല്ലോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇതൊക്കെ എന്തിന് പിണഞ്ഞു പോന്നവര്. ഇതൊരു അറ്റ്ലീസ്റ്റ് കാണാൻ പോട്ടെ. ചന്ദ്രനെ വിളിക്കൂ. അലീനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എന്താ ജോക്കി? പൊന്നു വാസു ആദ്യം ചന്ദ്രനെ അലീനെ ഒന്ന് വിളിക്കുന്നത്. ഹലോ എടാ എനിക്ക് ഇന്നലെ അർജന്റായിട്ട് ചൈനക്ക് പോണമായിരുന്നു. നമ്മുടെ അണ്ടി ഫാക്ടറി വരുമല്ലേ, അപ്പൊ മെഷീനറിയുടെ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ ചൈനയിലോട്ട് പോയതാ. തിരക്കായി പോയി, ഇന്നലെ എത്താൻ പറ്റിയില്ല. எல்லா இடமே எல்லா ஸ்தலமே செட் ஆயிடுச்சு. இப்ப வரீங்களா? எங்க தாத்தாவும் வந்திருக்காரு, ஜான் தாத்தா ஊர்ல இருந்து. ജോൺ താത്ത വന്നാ? എടേ ജോൺ താത്ത ചത്തുപോയി. അവള് നിന്റെ അമ്മ കൊന്നു കളഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. எங்க அம்மா கிட்ட குடுக்குறேன். அம்மா வந்தாமா? ഹലോ വാസോണ്ണ. ആ അലീന സൊല്ലുങ്ക. അയ്യോ പറ അലീന. ഇവനോട് തമിഴ് പറഞ്ഞു. ആ ഡാഡി വന്നിട്ടുണ്ട്. അപ്പൊ ഡാഡിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ജോൺ ഡാഡി വന്നല്ലേ? വന്നു. വീട്ടിലെ ലൊക്കേഷൻ അയച്ചു തരാം, നിങ്ങള് അങ്ങോട്ട് വന്നാ മതി. അലീന ഇത് എന്നുവെച്ചാ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഒരു പെണ്ണ് കാണലാണ്. അപ്പൊ എനിക്കറിയാം അലീനക്ക് നാണോ മാനോ ഇല്ല. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഈ സാധാരണ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കുണിങ്ങി വരുന്നത് പോലെ കുറച്ച് നാണം അങ്ങനെയൊക്കെ കാണിച്ച് വേണം വരാൻ. മനസ്സിലായോ? അപ്പൊ കറക്റ്റ് ആയിട്ട് വന്ന് ചന്ദ്രൻ ആദ്യം ഇതൊക്കെ കൊടുക്കണം. അങ്ങനെ ഞാനപ്പോ അണ്ണൂന്റെ ആ വൈബ് പിടിക്കണം അല്ലേ, പഴയ മറ്റേ 90s. അതെ 90s പുള്ളി ഉള്ളതുകൊണ്ട് പുള്ളിക്ക് പുള്ളി ജെൻസി കിഡ്സിന്റെ വൈബ് അറിയാത്ത ആളാണല്ലോ പുള്ളി. ഇപ്പോഴും പണ്ടത്തെ കോണാനും തോർത്ത് കൊടുത്താ നടക്കണേ. അപ്പൊ പുള്ളിയുടെ അവരോട്ട് മാച്ച് ചെയ്യണം. മനസ്സിലായ? അത് സെറ്റാക്കി വേണം വരാൻ വേണ്ടിട്ട്. ഓക്കെ ഞങ്ങള് ഇവിടുത്തെ ഞങ്ങള് കൂട്ടി അങ്ങോട്ട് വരാം. എടാ നീ സ്പീക്കർ മാറ്റി. നിന്നോട് എടാ നീ എല്ലാ കാര്യങ്ങളും നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഞാനിപ്പോ എന്തോ പറഞ്ഞിട്ട് നിനക്ക് എന്നാ മനസ്സിലായി ഞാൻ പറഞ്ഞത്? സൊല്ലുങ്ക. എല്ലാ കാര്യവും നോക്കിട്ട് ചെയ്യണം പറഞ്ഞ പെരിപ്പ. മനസ്സിലായി? എല്ലാ വിഷയത്തും പാത്തിട്ട് ചെയ്യണോ പറഞ്ഞ. നിനക്ക് മലയാളം ഒക്കെ അറിയാലോ ഇപ്പൊ? ഗുഡ് ബോയ്. ഓക്കേ അവിടെ വന്നിരിക്കടാ. സ്വീറ്റ്സ്ல எல்லாமே செட் பண்ணிட்டேன். ஓகே செட். பெரியமா ஒரு விஷயம் பெரியப்பா. சொல்லுங்க. என்ன மாதிரி வேலை செய்றாங்க தெரியுமா? எல்லா பொண்ணு சொந்தக்காரங்க தாத்தா பாட்டின்னு சொல்லிட்டு எல்லாரும் விളിச்சிட்டு வந்துட்டாங்க. பெரியமா ஃபுல் ஹார்ட் வர்க். ആര്? പെരിയപ്പേ? പെരിയമാ എലി പെരിയമാ. നിന്നോട് ഞാൻ ചോദിച്ചോ? അത് നീ അവള് പറയാൻ പറഞ്ഞാണോ നിന്നോട്? ഇല്ല. അവള് പറയാൻ പറഞ്ഞോ നിന്നോട്? ഞാൻ എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്, എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. പെരിയമാ കഷ്ടപ്പാട് നോക്കി നാനേ പറയാ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ചന്ദ്രന്റെ കല്യാണം ജോക്കി നടത്തി കൊടുക്കുന്നു എന്ന് വിചാരിച്ച് ഇവക്ക് ഇപ്പോഴും എന്നെ കെട്ടണമെന്നൊരാഗ്രഹമുണ്ട്.
പക്ഷെ എനിക്കതില്ല മനസ്സിലായ. ഇവക്ക് അത് ഇവളതൊക്കെ ചെയ്ത് ഇംപ്രസ് ചെയ്തിട്ട് ജോക്കിയുടെ അടുത്ത് പറഞ്ഞ് നേരെ ഈ അവളുടെ എന്റെ കൂടെ കല്യാണം സെറ്റാക്കാനുള്ള പരിപാടിയാ. എന്താ എനിക്ക് ഇറുക്കണ്ട, എനിക്ക് വേണ്ട, ഏതെങ്കിലും വിധത്തിൽ കെട്ടിച്ചൂടെ അവളെ. ഇറുക്കാനാ? ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം, നീ ലൊക്കേഷൻ അയക്കുക സമയമാകുമ്പോ. ചെക്കന്റെ കല്യാണം കിടുവാണ് അണ്ണ എവിടാ? നമ്പർ മാറിയോ നീ? അണ്ണ 4 എനിക്ക് 0 തന്നില്ല ഇവിടത്തെ തന്നില്ല. ചന്ദ്ര നീ ഇങ്ങോട്ട് വന്നേ, ഡ്രസ് ഷോപ്പിലോട്ട് പോവാ നമുക്കൊരു. ഞാൻ ഈ എലി വിദ്യാർത്ഥി ലോക്കാണ്, എന്നെ ഒന്ന് പുറത്തെടുക്കൂ എലി വിദ്യാർത്ഥിയോട് ഒന്ന്. ഓ ഞാൻ വരാം. ബോയ്സ് വണ്ടി എടുക്ക് ബോയ്സ്. ഒന്നും പറ്റിയില്ല. ജോക്കി വാ ജോക്കി. വരുന്നു. ഹലോ പറയടാ. ഹലോ അണ്ണ. പറയടാ മോനെ, എന്ത് പറ്റി? അണ്ണ എനിക്ക് സാഹചര്യം പറ്റിയൊരു കംപ്ലൈന്റ് പറയണ്ട. പറഞ്ഞോ അണ്ണ. ഞാൻ സിറ്റിയില് സാവേജിന്റെ ഇപ്പൊ നടക്കുന്നത്. ഇല്ലടാ ഞാൻ ഇവിടെ ഉണ്ട്. ഫ്രണ്ടാണ് സാവേജിന്റെ. ഞാൻ അവൻ ഒരു ദിവസം ടീച്ചറിന്റെ വണ്ടി കാണിച്ചിട്ട് പറഞ്ഞ്, എടാ നീ അവിടെ പോയിട്ട് കൊമ്പനെ പൂരത്തിലേറ്റോ ചോദിക്കാൻ പറഞ്ഞു. പൂരത്തിലേറ്റോ ചോദിക്കാൻ പറഞ്ഞു സാവേജ്. എന്നിട്ടുണ്ടാ അവന്മാരെ എന്നെ അവസ്ഥ. ഇതൊക്കെ ആരെങ്കിലും കേക്കൂടാ? എടാ നിനക്ക് ഓൾറെഡി അറിയത്തില്ലേ അവന്മാര് നമ്മൾ ഒരുപാട് വട്ടം തല്ലി, അവന്മാർക്ക് നമ്മളെ പേര് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ലെന്ന്. അണ്ണ എനിക്കറിയണ്ണ. കൊമ്പിന് 5 കാര്യം കഴിപ്പിച്ചല്ലേ? 5 കാലൊക്കെ പിടിപ്പിച്ചല്ലേ? അവിടെ ഒരു ആന ഉണ്ടണ്ണ. അവന്റെ അണ്ണ തുമ്പിക്കായി ട്രോമയൊക്കെയാണല്ലേ? പിന്നെ ഞാൻ കരുതണ്ണ. ടീച്ചറുടെ മാറാൻ എനിക്ക് ഡിസ്കൗണ്ട് മെസ്സേജ് അയക്കും. കൊമ്പനെ കൊല്ലണം, കൊമ്പനെ തരണം. നിന്റെ പേരെന്താ? മാങ്ങാകോട്. അപ്പൊ നിന്നെ ഇനി ഇന്നത്തെ ദിവസം കഴിയുമ്പോ നിന്നെ എവിടെ കണ്ടാലും അവന്മാര് തല്ലും. ഇല്ല അണ്ണ, ഞാൻ മുടിയൊക്കെ പറ്റിയെടുക്കാം. ഓ സൂപ്പർ. ആരും പിന്നെ കണ്ടില്ല, ഇതാരും കണ്ടിട്ടില്ല അധികം. നിന്റെ ലുക്ക് കണ്ടിട്ടില്ല. ഇല്ല അണ്ണ, ഞാൻ ദിവസം ലുക്ക് മാറ്റുവാണ്. അതായിരിക്കും നല്ലത് കേട്ടാ. ഓക്കെടാ, ഞങ്ങളെന്നാ പോയിട്ട് വരാം, ഞങ്ങൾ ചെറിയ പരിപാടിയില്ല. എടാ ഞാൻ കാര്യം പറയട്ടെ, വണ്ടി കയറി, എല്ലാരും വണ്ടി കയറി, പെട്ടെന്ന് കയറി. ചന്ദ്രനകത്ത് കയറി, പെട്ടെന്ന് കയറി. എന്റെ കല്യാണം ജോക്കി കയറി. അണ്ണു ആ മുണ്ടങ്ങോട്ട് വലിച്ച് കയറ്റി വെക്കങ്ങോട്ട്, കയറ്റി വെക്ക്. ഉറപ്പായിട്ടും ഞാൻ പഠിപ്പിച്ചതല്ല നിനക്ക്. എടാ നമുക്ക് ആളും തിരക്കും ബഹളം ഒന്നും ഇല്ലാത്തൊരു ഡ്രസ് ഷോപ്പ് പെട്ടെന്ന് മാർക്ക്. എടാ ആളും ബഹളം ഒന്നും ഇല്ലാത്തൊരു ഡ്രസ് ഷോപ്പ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെ? കാര്യങ്ങളെന്ന് പറഞ്ഞാ ചന്ദ്ര, അലീനയുടെ കുടുംബക്കാരെല്ലാം വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ആണോ? നീയല്ലേ പറഞ്ഞ അവളുടെ അച്ഛൻ ചത്തുപോയത്? അവളുടെ അച്ഛന് ചത്തൊന്നുമില്ല, അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കണ്ട് ഞാൻ ഇന്ന് കണ്ട് സംസാരിച്ചായിരുന്നു ആളുടെ. ജോണിനെ കണ്ട് ഞാൻ ജസ്റ്റ് സംസാരിച്ചായിരുന്നു ഡാഡിനെ. ഇവിടെ പമ്പിടിച്ചാ പൊട്ടൂലല്ലോ. അപ്പൊ ഡാഡി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തണമെന്നാണ്. ഡാഡിയാ? നമുക്ക് അച്ഛനെ കിട്ടാതിരുന്നിട്ട് കിട്ടുമ്പോഴേ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. പക്ഷെ ബസ് ബോയ്ക്ക് കിട്ടൂല. എനിക്ക് വേണ്ട, എനിക്ക് വാസമുണ്ടല്ലോ മൈ ഷുഗർ ഡാഡി. ചന്ദ്ര ഒന്നും കൂടെ വന്നടാ. നിനക്ക് അച്ഛനെ കിട്ടിയല്ലേ? എനിക്ക് ഡാഡി കിട്ടി. ഡാഡിന്ന് വിളിക്കാനാണ് പറഞ്ഞത്.
അണ്ണനൊരു അണ്ണനിപ്പോ ഇപ്പൊ അണ്ണൻ സത്യം പറഞ്ഞ രക്ഷപ്പെട്ടു. ഇപ്പൊ എലിയെ കെട്ടിയിരുന്നെങ്കിൽ അണ്ണൻ വീണ്ടും തന്തയിലെത്താൻ. ഇതിപ്പോ ബോണസ് ആണ്. ഇതിപ്പോ ദർശനക്ക് അച്ഛനുണ്ട്. ദർശന ഇപ്പൊ നിങ്ങളെല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ ദർശനക്ക് അച്ഛനില്ല. ഇല്ല അപ്പൊ അണ്ണൻ വീണ്ടും തന്തയിലെത്താൻ. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അണ്ണ, അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അച്ഛനുള്ള ആരെങ്കിലും നോക്കണോ അണ്ണന് വേണ്ടിട്ട്? ഞാൻ മാട്രിമോണി ഇനിയിപ്പോ എന്റെ കാര്യം നടക്കുമല്ലേ ഇപ്പൊ എന്തായാലും. ഇത് എത്ര പേരുണ്ട് നമ്മുടെ ഗാങ്ങിലെ? മിണ്ടത് ആരും മിണ്ടത്. ഞാനൊന്നും മുണ്ടെടുക്കത്തില്ല. ഇന്ന് ചന്ദ്രനാണ് കൈസ് ഹൈലൈറ്റ്. ഇന്ന് ചന്ദ്രൻ ഹൈലൈറ്റ്. ഇന്ന് ഞാൻ മുണ്ടെടുക്കത്തില്ല. കല്യാണത്തിന് മുണ്ടെടുക്കാൻ ഇന്ന് എനിക്ക് കുറച്ച് ജെൻസി ആയിട്ട് പോകണം. എനിക്ക് എന്നാലേ അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അണ്ണൂനെ കൂട്ടിട്ട് 8 പേര്. എടാ നമ്മുടെ ഗ്രേറ്റ് ഗോഡ് ഫാദർ പറഞ്ഞിട്ട് ആരും വരാൻ എന്താ ഇന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല ആരെടുത്തും. ഞാൻ ഇന്നലെയാണ് പറഞ്ഞത്. പക്ഷെ നിന്നെ കുറച്ചാള് നിനക്ക് നിന്റെ ശല്യം ഇല്ലായിരുന്നല്ല. നീ വീണ്ടും വന്നാ? നീ വരാതിരിക്കണ നല്ലതാണ്. കീരി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കീരി കുറച്ചുനാള് വെടിവീരനായിട്ട് നടന്നു. അത് കഴിഞ്ഞ് കുറച്ചാള് പ്രാന്തനായിട്ട് നടന്നു. നീ വാ തുറന്നു കഴിഞ്ഞാൽ നിന്നെ ഞാനിവിടെ ഉറക്കും. ഞാൻ സംസാരിച്ചുറക്കും. നിനക്കറിയാലോടാ നിന്റെ നിമ്മുന്റെ അറിയാലോ ജോക്കി. നിന്റെ നിമ്മുവിന്റെ പേര് വരെ എടുത്ത മനുഷ്യനായത് അറിയാലോ നിനക്ക്. നീ കൂടുതൽ സംസാരിക്കരുത് ജോക്കിയുടെ അടുത്ത്. ഞാൻ സംസാരിച്ച് ഉറക്കേ കീരി. അങ്ങേരിനി നിനക്ക് വേണ്ടി ചെയ്യാനൊന്നും ഇല്ല. മോളിൽ പോയിട്ട് ഇതൊക്കെ നമ്മുടെ ഓജി ഓഡിയൻസിന് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടാ. 7 പേരുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാണക്കേടില്ല. ഒരു നാണക്കേടുമില്ല. ഞാൻ പറയട്ടെ, ബാക്കിയുള്ളവന്മാരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് കല്യാണം സ്കൂള് വിട്ട് കണക്ക്. അതെ, 10-35 പേരുണ്ട്. ഇവന്മാരെ തന്നെ മാനേജ് ചെയ്യാൻ പാടാ. ഈ പോണ വഴിക്ക് ജോക്കി ചെയ്തണ്ട്. ഇപ്പൊ തന്നെ ഒരുത്ത പീടിയുടെ പുറകെ പോയി. ഇനി ഈ പോണ വഴിക്ക് ഇപ്പൊ മുമ്പേ ബാക്കി തല്ലുള്ളികളും എല്ലാം വരും. അതിന്റെ ആളുണ്ടെങ്കിൽ ഇവന്മാർ അങ്ങോട്ട് ചന്ദ്ര രസമുണ്ട്. പക്ഷെ ഈ ഗ്ലാസ് മാത്രമേ ഒരു കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് വെക്ക്. അതാ ഈ ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് വെക്ക്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ പോകുന്നു, കാണുന്നു, കാര്യങ്ങള് ഞാൻ പറയാം. എന്നിട്ട് നീ പറ കേട്ടാ. കാര്യങ്ങള് പറയുന്നു, ഒരു ചായ കുടിക്കുന്നു, പിരിക്കുന്നു. വേണമെങ്കിൽ ഒരു ജയ്ഹിന്ദും കൂടെ വിളിക്കാം അവസാനം. ഇവനെ നോക്കിക്കോണം. ഞാൻ വെളിയിൽ പോയി അവിടുത്തെ കാര്യം ഒന്നും വിളിച്ച് പറഞ്ഞില്ല. ഇവൻ കേൾക്കും. ചന്ദ്രന്റെ പെണ്ണ് കാണാനാണ് നാണം എനിക്ക. പക്ഷെ അച്ഛൻ ചന്ദ്രന് മാത്രമേ കിട്ടുള്ളൂ. ചന്ദ്രൻ നമ്പർ பொண்ணு வந்து புடவை வாங்கிட்டு இருக்காங்க. ராமச்சந்திரால மேக்கப் കഴിഞ്ഞോ? കഴിഞ്ഞു பண்ணிட்டே இருக்காங்க. மேக்கப் தான் பெரியம்மா தான் போட்டு விட்டாங்க மேக்கப். ഓ, ഒരു ലോഡും പുട്ടിയിട്ടോ കേട്ടോ. പ്രായം തിരിച്ചറിയാൻ പാടില്ല. ഓക്കേ 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 ഫുള്ളാ എല്ലാം സെറ്റ് ആക്കിട്ട് വിളിക്കറേ. അവിടെ പോയി എടാ ചായ കൊണ്ടുവരുമ്പോ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊന്നും വരണം. മനസ്സിലായോ? എല്ലാം ടൈമിംഗ് അനുസരിച്ച് നീ കറക്റ്റ് ആയിട്ട് ചെയ്യണം. സൗണ്ട് വരണമാ ബാക്ക്ഗ്രൗണ്ടില്. ഇത് നീ അങ്ങനെ ശബ്ദം ഉണ്ടാക്കണ്ട. ഏതെങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടിട്ടാ മതി. ഈ ചെറുക്കൻ ഇത് ചന്ദ്രനെ പോലെ ഒരു വിവരം ഇല്ലാത്തവനവന്. ചന്ദ്ര നീ വീണ്ടും ഡ്രസ് മാറിയോടാ. ചന്ദ്രൻ അല്ലേ? കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വന്നേ. സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇത് ആദ്യം എന്തൊരു ജോക്കി. എത്ര വട്ടം ഇതെന്ന് പറഞ്ഞറിയോ എന്റെ അടുത്ത്? എടാ ഞാൻ ഇതെന്നല്ലേടാ പറഞ്ഞു. അത് ജോക്കി ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുക. ഒത്തിരി വട്ടം പറഞ്ഞു, ഒത്തിരി. വേണമെങ്കി പോലെ ജോക്കി, നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ. വാസു, അപ്പൊ എന്താ പ്രശ്നം അറിയോ? ഇത് ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ സംസാരിക്കണം. നമ്മൾ സംസാരിച്ചിട്ട് ഡേറ്റും കാര്യങ്ങളൊന്നും അപ്പൊ ഫിക്സ് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് ചെറുക്കൻ പെണ്ണിന് ഇഷ്ടമാണോ നമുക്ക് അറിയണ്ടേ. അതെ 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 അതെ. പിന്നെ കാര്യം ജോക്കി എടുത്ത് ആദ്യമേ അങ്ങോട്ട് പറയാം. ഈ ചന്ദ്രൻ അവനിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ PR വർക്ക്സ് ഒക്കെ ചെയ്ത്
ക്യാരക്ടറിനെ ഒരു ഓറയിൽ കീപ്പ് ചെയ്ത് ഇങ്ങനെ വലിയ ആളായിട്ട് വെച്ചിരിക്കുക. പോലീസ് വണ്ടിയൊക്കെ മോട്ടിക്കുന്ന വലിയ ഗുണ്ട. അപ്പൊ ചന്ദ്രന്റെ പ്രൈം ആണെന്നാണ് ചന്ദ്രൻ വിശ്വസിക്കുന്നത്. അപ്പോ ചന്ദ്രൻ ഇപ്പൊ ലോക്ക് ആവാൻ താല്പര്യമില്ല. കാരണം ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവൻ അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മള് മാക്സിമം ഇതങ്ങ് നടത്തുക എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് നടത്തണ്ടേ? എന്തോ അവൻ അല്ലേലും ഇല്ല, അവന് ഇല്ലേലും ഇല്ല. മറ്റേ ഹീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പട്ടിക്കുട്ടിയുടെ അവസ്ഥ മനസ്സിലായോ? അവനതൊക്കെ അറിയാനുണ്ടോ? കറുപ്പ് വേണ്ട, നല്ലൊരു ദിവസം വെളുപ്പ് മതി ചന്ദ്ര. മരണത്തിന് പോവാണോടാ? കാരണം ഇതിടണ്ട. കഷ്ടം. സ്വന്തം കല്യാണത്തിന് ബ്ലാക്ക് ഡ്രസ് ഇട്ട് വന്നാ ഞാൻ. എങ്ങനെ ഇവനെയൊക്കെ എന്ത് പറയാനാ? എന്ത് ബേസിസിലാണ് അതിനകത്ത് വെച്ചേക്കുന്നത്? എടാ നിന്റെ സെലക്ഷൻ ഇല്ലേ, അത് മറ്റേ തീട്ടത്തിനകത്ത് ഈച്ച. മനസ്സിലായോ? നീ ദയവിൽ സജസ്റ്റ് ചെയ്യല്ലേടാ കീരി. നല്ലൊരു ഉടുപ്പിട്ടോണ്ട് വന്നാ അതിനെ ബ്ലാക്ക് ഡ്രസ് ഇട്ട് വെളിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇടുന്നതിലൊന്നും ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാവർക്കും അറിയാം. എടാ നിങ്ങൾ ചന്ദ്രൻ എടുത്തോണ്ട് ഞങ്ങളൊരു ഹൈലി കോൺഫിഡൻഷ്യൽ കാര്യം ഡിസ്കസ് ചെയ്യണം. ഹൈലി കോൺഫിഡൻഷ്യൽ നിമ്മിയുടെ പേരെടുപ്പാണ്. അവനിവിടെ നിക്കുന്നുണ്ട വീണ്ടും. മാറ്റിയില്ലല്ലേ ഇവനെ? അങ്ങോട്ട് മാറിയിക്കാ. അപ്പൊ മാക്സിമം ലോക്ക് ആക്കാനാണ് നമ്മുടെ ശ്രമം. മാക്സിമം ലോക്ക് ആക്കണം. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് നടന്നു കഴിഞ്ഞിട്ട് ഗ്യാങ്ങിലെ ഒരുത്തിനും കല്യാണം കളവണമെന്നും പറഞ്ഞ് വരരുത്. നീ എക്സ്പെഷ്യലി വരരുത്. നിന്റെ അടുത്ത് ഞാൻ ആദ്യം ഒരു 100 വട്ടം ചോദിച്ചു. മനസ്സിലായോ? ഇത് കഴിഞ്ഞാൽ ഒരു കല്യാണം ഇല്ല. ഇതാണ് ആദ്യത്തെയും അവസാനത്തെയും ഈ ഗ്യാങ്ങിൽ ഒരു കല്യാണം. പിന്നെ കല്യാണം ഇല്ല, കളവാണം ഇല്ല, പെണ്ണില്ല, പേരില്ല, കുട്ടിയില്ല, ഒന്നുമില്ല. മനസ്സിലായോ? പിന്നെ ഇത് നടത്തി കൊടുത്തിട്ട് നിനക്ക് അതിന്റെ ഇടയിൽ കൂടെ ഗ്യാപ്പ് അടിക്കാനാണെങ്കിൽ മുനീറേ ഒരു പരിപാടി നടന്നില്ല വാസു. നിന്റെ അടുത്ത് ആരും ചോദിച്ചായിരുന്നു. അപ്പം ഇത് നമ്മൾ നമ്മുടെ പിള്ളേരുടെ അടുത്ത് ഇത് എത്തിക്കണം. ഇതിനാണ് ഞാൻ ഒരു ഗ്യാങ് മീറ്റിംഗ് വെക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇത് നടന്നു കഴിഞ്ഞാൽ ചന്ദ്രന് മാത്രമേ ഉള്ളൂ പെണ്ണ്. കാരണം അവന് മറ്റേ കുട്ടിയുടെ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ വളർന്ന പ്രായത്തിൽ അച്ഛൻ വേണമല്ലോ. ഒന്നാമതെ അതൊരു മുണ്ട് ചെറുക്കനാ അത്. മുണ്ട് ചെറുക്കനാ അത്. മനസ്സിലായോ? അപ്പം ഇരിക്കട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ഞാൻ പറയുക, മാസം കണക്ക് അണ്ടി ഫാക്ടറിയുടെ മറ്റേ സാധനം മറ്റു സാധനം എല്ലാം കിട്ടണം. നീ കുറച്ചുകൂടെ ഫോക്കസ് ആവാനുണ്ട് വാസു. നിനക്ക് എന്തൊക്കെയോ ഒരു വന്നല്ലോ. ഇത് എന്തരടേ ഇപ്പൊ ഞായറാഴ്ച പള്ളി പോകാൻ പോകുന്നത്? എടാ ഇവൻ എന്തരടാ ഇവന്റെ പ്രശ്നം? ഇവനെയൊക്കെ ഈ ഗ്യാങ്ങിൽ നിൽക്കുന്ന എല്ലാരും ഇങ്ങോട്ട് വന്നേ. എല്ലാരും ഇങ്ങോട്ടൊന്നു. ചന്ദ്ര ഒഴിച്ച് തറക്കണം എഴുതുന്നേ. ഇത്ര പേരേ ഉള്ളൂ. ഞാൻ കാര്യമായിട്ട് പറയാം. ഇതാരാ കുക്കു? കുക്കു ഇതാരാ? ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ആർപിന്ന്. അവിടെ കൊറേ ആൾക്കാർ അവിടെ മേക്കപ്പ് ഇടുന്നത്, സാരി മൂടി. ഇവിടെ ഒരാള് ഫുഡ്. ശരിക്കുള്ള പെണ്ണുകാണല്ലോ ഇത്. ചന്ദ്ര കിടിലും. എന്റെ അമ്മ സിൽക്ക് ഷർട്ടോ. ഇവിടെ എന്ത് ലുക്ക്! ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ നിനക്ക്? ഷൂ ഒഴിച്ച് ബാക്കി എല്ലാം കൊള്ളാളിയാ. ഞാൻ അപ്പഴേ പറഞ്ഞ ലോഫർ ഇടാൻ. ചെരുപ്പില്ല വീട്ടിലോട്ട് കേറുമ്പോ കീരിലുണ്ടോ ഇവിടെ? പണ്ട് ഗോവയിൽ പോയി പണ്ട് ഓർമ്മയുണ്ടോ അവങ്ങനെ ഷൂട്ട് ഇട്ടിരുന്നത്? 5000 പറ്റിയോടെ പറയരുത് കേട്ടാ. ഇപ്പൊ തന്നെ അവൻ ഇടിക്കും ഇവിടെ ഇട്ട്. അവൻ ചിരിച്ച മോനടക്കാ അവിടെ നിൽക്കണ. എല്ലാം റെഡി. ഞങ്ങളിതാ ഇവിടെ എല്ലാം റെഡി. ഞങ്ങളിവിടെ ചെറുക്കനെ ഒരുക്കി എല്ലാം സെറ്റ് ആക്കി കേട്ടാ. ഓക്കെ പെരുമാ കിട്ടി കൊടുക്കും. ഹലോ ഹലോ
പെരിയമ്മ ഇവള ഹലോ കേക്കോ ഞങ്ങള് കുടുംബത്തിൽ പറഞ്ഞ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. അപ്പം ഈ ചന്ത വർത്താനം അവിടെ ദയവ് ചെയ്ത് ഇന്ന് തൽക്കാലം ഒരു ദിവസത്തേക്ക് എന്നോടുള്ള ശത്രുതയൊക്കെ മറന്ന് വേണം ബിഹേവ് ചെയ്യാൻ ദയവ് ചെയ്ത്. നല്ലൊരു ദിവസമാണ്. ഞങ്ങളെ ഒരു കുടുംബക്കാര് മൊത്തം ഇവിടെ ഉണ്ട്, നിൽപ്പുണ്ട്. നമ്മളൊരു തറവാട്ടുകാരാണേ. അപ്പം നിങ്ങളുടെ തറവാടിന്റെ പേരെന്താണ്? വെച്ചിട്ട് വേണം. തറവാടിന്റെ പേര് എലിയില്ല. അപ്പം നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ വകയിലുള്ള പിള്ളേരൊക്കെ. അപ്പൊ ആ പെൺപിള്ളേരടുത്തൊന്നും കൊഴുത്തരൊന്നും കാണിക്കരുത്. ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം എന്റെ പൊന്നു സാറ ഇങ്ങോട്ട് വരാൻ. എനിക്കതിന്റെ ആവശ്യകതയില്ല. എനിക്കതിന്റെ മനസ്സിലായ? അതെ മനസ്സിലായി സാറേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ദയവ് ചെയ്ത് ഒരു 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 നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം. അവിടെ വെച്ച് വെറുതെ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് സംസാരിച്ചിതാക്കരുത്. അല്ല മിസ്റ്റർ പരന്തുവാസ്, നിങ്ങളുടെ ഈഗോയും കൂടെ കളഞ്ഞിട്ട് വേണം നമ്മുടെ. എനിക്ക് ഈഗോ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പൊ എനിക്കില്ല മിസ്റ്റർ. അപ്പൊ അത് മറക്കാനാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അത് മറന്നു മിസ്റ്റർ പരന്തുവാസ്. അവിടെ ഇല്ലത്ത് കാണാം. ഇല്ലത്തോട്ട് എടാ സ്പീക്കർ ഒന്ന് മാറ്റൂടാ. ഇനി ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് പെരിയമ്മാവ് കിട്ട ഈ ഫോൺ കൊടുത്താൽ നിന്റെ മുട്ടുകാലി എന്താ? ഞാൻ പറഞ്ഞില്ലേ ഷീ സ്റ്റിൽ ലവ്സ് മീ. എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെയല്ല. ഐ ഡോണ്ട് ഫക്കിംഗ് കെയർ. എടാ വാ എല്ലാരും വാ.